Good morning. Today we are discussing about the electron spin. Today we are going to discuss about the spin of electron or electron spin. അതിനു മുമ്പ് നമ്മളിപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ച് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സൊല്യൂഷനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. And we studied about principal quantum number, and we studied about orbital quantum number, and we studied about magnetic quantum number. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ഇപ്പോഴത്തെ നമ്മുടെ കയ്യിലുള്ള സിറ്റുവേഷൻ വെച്ച് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ച് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിന് ആറ്റമിക് സ്പെക്ട്ര എല്ലാം നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ we know that in order to represent an electron we need three quantum numbers. One is principal quantum number, another one is orbital quantum number, third one is magnetic quantum number. പിന്നെ നമ്മൾ അങ്ങനെ സീമൻ എഫക്റ്റിനെ പറ്റി പഠിച്ചു. സീമൻ എഫക്റ്റിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുക എന്നൊക്കെ പഠിച്ചു. സോ എവരിതിങ് ഇസ് ഫൈൻ ഹിയർ. ഓക്കെ, അതുവരെ കാണാവുന്ന ഒരുപാട് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിനെ പറ്റി. ബട്ട് ദർ ഒക്കെ സം പ്രോബ്ലംസ്. വാട്ട് ഈസ് ദാറ്റ് മീൻ? വൺ ഈസ് ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നൊരു പരിപാടി. ഫൈൻ സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ ദിസ് ഫൈൻ സ്ട്രക്ചർ മീൻസ്, നമ്മൾ ആറ്റമിക് സ്പെക്ട്ര എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈലി റെസൊല്യൂഷൻ ഉള്ള ഏതെങ്കിലും ഒരു സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് നമ്മളത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു സ്പെക്ട്രൽ ലൈൻ വീണ്ടും ചിലപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സം ലൈൻസ് ആർ സീം ടു ബി സ്പ്ലിറ്റ് ഇൻ ടു ടു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ തരത്തിലുള്ള തിയറിയൊക്കെ വെച്ച് നമ്മൾ നോക്കി, അതായത് ഏതൊക്കെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിലുള്ള സ്പ്ലിറ്റിംഗ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അപ്പോഴൊന്നും അതങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിലൊന്നും കണ്ടെത്താൻ പറ്റാത്ത ഒരു തരം സ്പ്ലിറ്റിംഗ് കാണുന്നതായിട്ട് കണ്ടുപിടിച്ചു. അതിനാണ് നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുക. സിമിലർലി we studied about that Zeeman effect in the previous class. അപ്പോൾ സീമൻ എഫക്റ്റ് നമ്മൾ പഠിച്ചു. അതിൽ സീമൻ എഫക്റ്റിൽ ഞാനൊരു ട്രാൻസിഷൻ നോക്കുകയാണ്. സോ അക്കോർഡിംഗ് ടു ദിസ് ട്രാൻസിഷൻ വി നോ ദാറ്റ് ദ സ്പെക്ട്രൽ ലൈൻസ് നീഡ് ടു ബി സ്പ്ലിറ്റ് ഇൻ ടു 3 ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷേ നമ്മൾ നോർമലി സീമൻ എഫക്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ സീമൻ എഫക്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 3 സ്പെക്ട്രൽ ലൈൻ അല്ല, അതിനേക്കാളും അധികം, ചിലപ്പോൾ 4 ചിലപ്പോൾ 6 സ്പെക്ട്രൽ ലൈൻസ് ഒക്കെ കാണുന്നതായിട്ട് നമുക്കറിയാം. നമുക്ക് കാണുന്നു. ദാറ്റ് മീൻസ് എന്താ പ്രശ്നം? ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും അതുപോലെ തന്നെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറും എല്ലാം വെച്ച് നമ്മൾ ഷ്രോഡിഞ്ചർ ആറ്റം വി ട്രൈ ടു സോൾവ് ഇറ്റ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തു. അങ്ങനെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തു. അങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ കിട്ടി. അങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴും 1-2 പ്രശ്നമുള്ളത്. ഒന്ന്, ഈ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതായത് ചില ലൈൻസ് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. പിന്നെ വേറൊരെണ്ണം എന്താ, സീമൻ എഫക്റ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറി വെച്ച് എത്ര കമ്പണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണോ അതിനേക്കാൾ കൂടുതൽ കമ്പണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതും കാണപ്പെട്ടു. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് അതിന് എന്താ മനസ്സിലാവുക? അതായത് ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിനെ റെപ്രസെൻ്റ് ചെയ്യുവാൻ വേണ്ടി ഇതുവരെ നമ്മൾ ഉപയോഗിച്ച ക്വാണ്ടം നമ്പേഴ്സ് പോരാ അല്ലെങ്കിൽ അപര്യാപ്തമാണ് എന്ന് നമുക്കിതൊന്ന് മനസ്സിലാവും, അല്ലേ? അപ്പോൾ ദ 2 സ്റ്റുഡൻസ് ഓഫ് സീമൻ്റെ 2 സ്റ്റുഡൻസ്, വൺ ഈസ് ജോർജ് ഒലൻബെക്ക് ആൻഡ് സാമുവൽ ഗോസ്മിത്ത്. ദേ പ്രപ്പോസ്ഡ് എ സ്പിൻ ഫോർ ദ ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്തുണ്ടെന്ന് അവർ പ്രപ്പോസ് ചെയ്തു. ഒരു സ്പിൻ ഉണ്ട് എന്ന് അവർ പ്രപ്പോസ് ചെയ്തു. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഹാസ് എ ഇൻട്രിൻസിക് ആംഗുലാർ മൊമെൻറ്റം ആൻഡ് ദാറ്റ് ഇൻട്രിൻസിക് ആംഗുലാർ മൊമെൻറ്റം ഈസ് കാൾഡ് ആസ് സ്പിൻ. ആ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്ന എല്ലാ ഇലക്ട്രോണും സെയിം ആയിരിക്കും. അത് അവരെന്ത് ചെയ്തു? പ്രപ്പോസ് ചെയ്തു. And they proposed that the spinning of electron gives the angular momentum and the magnetic moment, isn't it? You know that orbital motion of electron അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആംഗുലാർ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു നോ ദാറ്റ് ദ ഇലക്ട്രോൺ ഹാവ് എ ചാർജ്. ഒരു ചാർജ് ആയതുകൊണ്ട് ചാർജ് ഒരു ഓർബിറ്റിൽ മൂവ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ആക്ട് as a current carrying loop, and since it is acting as a current carrying loop, a magnetic dipole moment will be the orbital motion മൂലം. അതുപോലെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് അവരൊന്ന് ജസ്റ്റ് ഒന്ന് പ്രപ്പോസ് ചെയ്തു. അങ്ങനെ അവർ പ്രപ്പോസ് ചെയ്തിട്ട് അവരെന്ത് പറഞ്ഞു? അങ്ങനെ അതിങ്ങനെ ഇലക്ട്രോൺ തന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനെന്തുണ്ടാവും? അതിൻ്റേതായ ഒരു ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവും. ആ ആംഗുലാർ മൊമെൻറ്റത്തിന് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം അല്ലെങ്കിൽ ഇൻട്രിൻസിക് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയാം.
ആ ഇൻട്രിൻസിക് ആംഗുലർ മൊമെൻറ്റ്, അതായത് ഇലക്ട്രോൺ ഒരു ചാർജാണ്, അപ്പോൾ ചാർജ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്തും ഉണ്ടാവും, അവിടെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഹാവ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ഇറ്റ് ഹാവ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഈ സ്പിൻ മോഷനും കൂടി കൊണ്ടുമുണ്ടാകും എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പ്രൊപ്പോസ് ചെയ്ത് അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഫൈൻ സ്ട്രക്ചറും അതുപോലെ തന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്തിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള മോർ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പിന്നിന് ഈ രണ്ട് ഇഷ്യൂസും സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, സ്പിൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പറും കൂടി ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ നമുക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ സ്പിൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹൈഡ്രജൻ ആറ്റം നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൂന്ന് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് 3 ക്വാണ്ടം നമ്പർ കിട്ടും. ഒന്നെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്, പിന്നെ ഒന്നെന്ന് പറയുന്നത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആൻഡ് തേർഡ് വൺ ഈസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ 3 ക്വാണ്ടം നമ്പർ വെച്ച് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനെയോ അല്ലെങ്കിൽ ഏതാറ്റത്തിൻ്റെ ഇലക്ട്രോണെയും നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് എന്ത് പറയാൻ പറ്റും, വി വിൽ ഗെറ്റ് എ സ്പെക്ട്രൽ ലൈൻസ്. പക്ഷേ വീണ്ടും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനേക്കാൾ കൂടുതൽ സ്പ്ലിറ്റിങ് എന്ത് കാണുന്നു, ഈ സ്പെക്ട്രൽ ലൈൻസിന് കാണുന്നു. ദാറ്റ് ഈസ് മെയിൻ ഫൈൻ സ്ട്രക്ചർ. അതുപോലെ തന്നെ നോർമൽ നമ്മൾ സീമൻ എഫക്റ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ മോർ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആർ ഇസ് ഒബ്സർവിങ് ഇൻ ദ കേസ് ഓഫ് സീമൻ എഫക്ട്. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഉൾഹാൻ ബെക്കും സാമുവൽ ഗോൾഡ്സ്മിത്തും സ്പിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. സ്പിൻ മീൻസ് ദ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തന്നെ അത് എന്ത് ചെയ്യുന്നു, ഒന്ന് സ്പിൻ ചെയ്യുന്നു, സ്പിൻ മോഷനിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ സ്പിൻ മോഷൻ ഉള്ളതുകൊണ്ട് അതിന് സ്പിൻ മോഷൻ മൂലം ഒരു സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. സിമിലർലി വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി ഡ്യൂ ടു ദി സ്പിൻ മോഷൻ. അപ്പോൾ അത് ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോൾ ഈ രണ്ട് ഇഷ്യൂം സോൾവ് ആയി കിട്ടി. നമുക്കതൊന്ന് പഠിക്കാം. സോ ഫസ്റ്റ്ലി വി നീഡ് ടു നോ വാട്ട് ഈസ് ദ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. Spin angular momentum, you know what is orbital angular momentum, capital L, that is equal to root L into L plus 1 into h cut. Similarly, the spin angular momentum ഞാൻ ഇവിടെ s എന്ന് represent ചെയ്യുന്നു. That s can be written as root s into s plus 1 into h cut. അല്ലേ? ക്യാപിറ്റൽ എൽ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരുന്നു. ക്യാപിറ്റൽ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞിരുന്നത്. അതെന്ന് പറയുന്നത് റൂട്ട് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഇൻറ്റു എച്ച് കട്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓർ എൽ ഈസ് നെയിംഡ് അസ് എന്താ എൽ എന്താണെന്നാണ് പറഞ്ഞത്, ദാറ്റ് ഈസ് നെയിംഡ് അസ് ദ ഓർബിറ്റൽ ആംഗുലാർ നമ്പർ, സോറി that is named as the orbital quantum number. L എന്ന് പറയുന്ന orbital quantum number എന്ന് പറഞ്ഞു. Similarly, here we are representing capital S, that is spin angular momentum as root of small s into s plus 1 into h cut. ഈ s നെയാണ് നമ്മൾ സ്പിൻ എന്ന് പറയുന്നത്. 1929 ഡിറാക്ക് റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോഴാണ് ആ സ്പിൻ എന്ന് പറയുന്നതിന് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലായത്. എക്സ്പെരിമെൻ്റലി നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്നും കൂടി പറയാം ഈ സ്പിന്നിന് ഹാഫ് കിട്ടിയ ഒരു കഥ. അപ്പോൾ ഈ സ്പിൻ ഹാഫ് ആണ് എന്ന് കിട്ടിയത് കൊണ്ട് ഇഫ് ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഹാഫ് ഫോർ എസ് ഹിയർ, വി വിൽ ഗെറ്റ് എസ് ഇൻറ്റു എസ് ഈസ് ഹാഫ്, എസ് പ്ലസ് 1 മീൻസ് 3/2. So if we are taking the square root of that one, that means square root of 3/4, then we will get that is equal to root 3 divided by 2 into h cut. That is the spin angular momentum. അപ്പോൾ spin angular momentum means എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. But we studied about the space quantization in the case of orbital angular momentum. തോന്നിയ എല്ലാ ഡിറക്ഷനിലൊന്നും ഈ ഇലക്ട്രോണിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ റൊട്ടേഷനും എന്താണ്, ആ ഡിറക്ഷനും എന്താണ്, കോണ്ടൈസ്ഡ് ആണ്. അപ്പോൾ ആ കോണ്ടൈസ്ഡ് ആയിട്ടാണ് നമ്മളിതിന് സ്പേസ് കോണ്ടൈസേഷൻ എന്ന് പറഞ്ഞത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൽ. ആൻഡ് ഫ്രം ദർ വി നോ ദാറ്റ് എം എൽ എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ദാറ്റ് എം എൽ എന്ന് പറയുന്ന യു നോ വാട്ട് ഈസ് ദാറ്റ് എം എൽ ഈക്വൽ ടു മൈനസ് എൽ ടു പ്ലസ് എൽ എന്ന് നമ്മൾ കിട്ടുകയും ചെയ്തു. സിമിലർലി ഹിയർ ആൾസോ വി ആർ ട്രൈങ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ സ്പിൻ, വാട്ട് ഈസ് ദ z component of spin angular momentum. Here also we can say that it is also ഇതും ഒരു സ്പേസ് കോണ്ടൈസേഷൻ ആണ്. അതായത് തോന്നിയ എല്ലാ ഡിറക്ഷനിലൊന്നും സ്പിൻ ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ വി നോ എസ് ഈക്വൽ ടു ഹാഫ്. സോ അതിൻ്റെ z കമ്പണൻറ്റ് എം എസിന് എന്താ വാല്യൂ ഉണ്ടാവുക, മൈനസ് എസ് ടു പ്ലസ് എസ്, ഇസ്ന്റ് ഇറ്റ്, ദാറ്റ് ഈസ് മൈനസ് ഹാഫ് ആൻഡ് പ്ലസ് ഹാഫ്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ എന്ത് ഡിറക്ഷനിലാണ്, രണ്ട് ഡിറക്ഷനിലാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റുക, സ്പിൻ ചെയ്യാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് ഈ ഡിറക്ഷനിൽ, ഇൻ ദാറ്റ് കേസ് ദാറ്റ് എം എസ്, the z component of s, that is equal to plus half, and another one is minus half, that is m is equal to minus half. അപ്പോൾ അതായത് നമുക്ക് എന്ത് പറയാം, what we can say here, sorry I made a small typing error here, no it's okay, not a typing error ഒന്നും കാണാനില്ല, it's okay.
So from here what we can say, ms may be plus half. ഈ പ്ലസ് ഹാഫ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പിൻ അപ്പ് സ്റ്റേറ്റ് എന്ന് പറയുക. ആൻഡ് ms may be മൈനസ് ഹാഫ്. മൈനസ് ഹാഫ് ആണെങ്കിൽ നമ്മൾ എന്തിനാ പറയുക, സ്പിൻ ഡൗൺ സ്റ്റേറ്റ് എന്ന് പറയും. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് s is the value of spin that is equal to half there, and there also two types of spin states are possible. One is ms equal to plus half and another one is ms equal to minus half. And you know, ഇവിടുത്തെ ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താ, എൽ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റം ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്മാൾ എൽ എന്ന് പറയുന്നത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ ടോട്ടൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 2l+1 ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതായത് എൽ 0 ആണെങ്കിൽ 2l+1 ഒറ്റൊരു സ്റ്റേറ്റേ ഉള്ളൂ, അതായത് ml equal to 0. And if l equal to 1, we know 2l+1, that means 2 into 1 plus 1. 3 states are possible in that. ml equal to plus 1 is there, ml equal to 0 is there, ml equal to minus 1 is there, isn't it? And if l equal to 2, 2l plus 1, that is total 5 states are possible there. ml equal to plus 2, ml equal to 1, ml equal to 0, ml equal to minus 1, and ml equal to minus 2. Similarly, here also we can say 2s plus 1 states are possible there, isn't it? ഇപ്പോൾ 2s plus 1 സ്റ്റേറ്റ്സ് പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുക, 2s plus 1. സാധാരണ സ്പിന്നിൽ നമ്മൾ എത്രയാ, രണ്ടെണ്ണമായിട്ടാണ് ഇവിടെ ഇലക്ട്രോൺസ് സ്പ്ലിറ്റ് ചെയ്ത് കാണുന്നത്. അതായത് 2s plus 1 എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. If 2s plus 1 equal to 0, 2 means 2s plus 1 equal to 2 means 2s equal to 2 minus 1, that is equal to 1. That is 2s equal to 1, that is x equal to half. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം, ഈ സ്പിന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ആണ് എന്ന് പറയാം. And from there we can say that two spin states are there, one is plus half state, another one is minus half state. ഇതിൽ നിങ്ങൾ ഇതേ ഫിഗർ തന്നെ, ദ സെയിം ഫിഗർ, ഇതേപോലത്തെ ഒരു ഫിഗർ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അവിടെ എന്ന് പറയുന്നത് എന്തായിരുന്നു, ആംഗുലാർ മൊമെൻ്റം ആയിരുന്നു ഇവിടെ കോണ്ടൈസ്ഡ് ആയത്, ആംഗുലാർ മൊമെൻ്റം സ്പേസിൽ കോണ്ടൈസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ ഉപയോഗിച്ചത്. ഹിയർ ദ spin is also condensed here. It's okay. And we can study about the spin magnetic moment. Spin magnetic moment, you know the gyromagnetic ratio. Gyromagnetic ratio എന്ന് വെച്ചാൽ -e/2m എന്ന് പറയുന്ന ഓർബിറ്റൽ മോഷനിലെ കേസിൽ the gyromagnetic ratio is the ratio of magnetic moment to the angular momentum എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിന് μl by capital L അല്ലെങ്കിൽ mu by capital എന്ന് പറഞ്ഞു. അതിന് നമ്മൾ -e/2m എന്നൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. But in the case of spin magnetic moment or in the case of spin motion, ആ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക -e/2m അല്ല, -e/m ആണ്. ദാറ്റ് ഈസ് ദ ചോയ്സ് ഓഫ് ദ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ. വേണമെങ്കിൽ കഴിഞ്ഞ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. അതായത് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. That is the ratio of magnetic moment to the angular momentum. അങ്ങനെ mu by capital L എന്ന് പറയുന്ന -e/2m എന്ന് കിട്ടി. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഓർബിറ്റൽ മോഷൻ ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്പിൻ മോഷൻ വി ക്യാൻ ടേക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു സ്പിൻ മോഷൻ, ദാറ്റ് ഈസ് µs എന്നാണ് അത് പറഞ്ഞത്, ഡിവൈഡഡ് ബൈ ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു സ്പിൻ മോഷൻ, അതായത് ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം. അതിനെ നമുക്ക് ക്യാപിറ്റൽ എസ് എന്ന് പറയാം. അതായത് വി ക്യാൻ ടേക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു mu by capital S. ആ mu by capital S എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക, വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു, വി വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു -e/m എന്നാണ് കിട്ടുക. അതായത് ടോയ്സ് ദാറ്റ് ഓഫ് ദ, മറ്റേത് എന്തായിരുന്നു, ഓർബിറ്റൽ മോഷനിൽ -e/2m ആയിരുന്നു, ഇത് അതിൻ്റെ ടോയ്സ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. സോ വി ക്യാൻ റൈറ്റ് ദ spin magnetic moment as -e/m into capital S. And we can write the z component of spin magnetic moment here, isn't it? We can write the z component of spin magnetic moment. അതെന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് കമ്പണൻ്റ് ആണുള്ളത്, ഒന്ന് പ്ലസ് ഹാഫ് കമ്പണൻറ്റും മറ്റൊന്ന് മൈനസ് ഹാഫ് കമ്പണൻറ്റും. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു e/m into ms h cut, isn't it? ms h cut എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ z component. ms may be plus half or minus half. So this ms may be plus half or minus half. So I can write it is equal to, if I am substituting the value of ms here, I can write that equal to es h cut divided by 2m, isn't it? We know the spin magnetic moment, that is equal to -e/m into s, and s is the angular momentum, intrinsic angular momentum, and you know that intrinsic angular momentum ഇവിടെ angular momentum magnetic momentum എന്ത് എടുക്കുകയാണെങ്കിൽ ഇവിടെ z component എന്ന് പറയുന്നത് എന്താണ്, it is the total spin angular momentum. അതിന്റെ z component എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും വരിക, and you know that can write taken as ms h cut
So I am substituting that value ms h cut here. So I can write that mu is z is equal to E ms h cut by m. And ms, you know what is ms? Ms may be plus half or minus half. So I am substituting that value here. So that ms z, that means the z component of spin magnetic moment may be plus or minus es h cut divided by 2m. And in the previous class we studied about a term Bohr magneton. What is Bohr magneton? Here you know what is Bohr magneton. Bohr magneton എന്ന് പറയുമ്പോൾ we know here E എന്ന് പറയുന്നത് that is the charge of the electron, and h cut എന്ന് പറയുന്നത് h by 2 pi ആണ്, and so that is a constant. 2 is a constant and m is the mass of electron. All are constant. So Eh cut by 2m, that will be constant, and that constant is named as Bohr magneton. So here this Eh cut by 2m, that is Bohr magneton. So here we can say that the z component of spin magnetic moment, that may be plus mu b or minus mu b. So that is about the spin component of magnetic moment. So ഇതിൽ എന്താണ്, സ്പിന്നിനെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ, അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ എന്തുകൊണ്ടാണ് സീമൻ എഫക്റ്റ് സ്പിന്നിങ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഇൻട്രിൻസിക് ആംഗുലാർ മൊമെൻറ്റം ഓർ ഡ്യൂ ടു ദ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഓർ ഡ്യൂ ടു ദ സ്പിൻ മോഷൻ ഓഫ് ഇലക്ട്രോൺ. ദ ഇലക്ട്രോൺ എന്താ സംഭവിക്കുക, മാഗ്നറ്റിക് മൊമെൻറ്റിൽ ഇതെന്ത് ചെയ്യും, വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വിനോ മാഗ്നറ്റിക് മൊമെൻറ്റ്, രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇവിടെ പോസിബിൾ ആണ്, അതുകൊണ്ടാണ് വീണ്ടും അവിടെ സ്പ്ലിറ്റിങ് സംഭവിക്കുന്നത്. ഓക്കെ, സോ we can say that in order to represent an electron, അപ്പോൾ നമുക്ക് ഇതുവരെ കഴിഞ്ഞ അല്ലെങ്കിൽ 2-3 ക്ലാസ് മുമ്പ് വരെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ we got that we need 3 quantum number to represent an electron. One is principal quantum number, another one is orbital quantum number, third one is magnetic quantum number. Now we know that we need one more quantum number, that is named as the spin quantum number, and the spin quantum number may have value plus half or minus half. So each electron must have different set of 1 minute. So that n, l, ml, ms ഇതൊക്കെയാണ് ഒരു ഇലക്ട്രോൺ ഉള്ള quantum number. And you studied about the Pauli's exclusion principle in +2 class itself, isn't it? That means no two electrons in an atom can exist in same quantum state. ഒരു ഇലക്ട്രോണിന് രണ്ട് ഇലക്ട്രോൺ ഒരിക്കലും ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈച്ച് ഇലക്ട്രോൺ മസ്റ്റ് ഹാവ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ഓരോ ഇലക്ട്രോണിനും എന്തായിരിക്കും, ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ആയിരിക്കും ഉണ്ടാവുക. അതായത് നമുക്കൊന്ന് വെറുതെ ഒന്ന് തിങ്ക് ചെയ്യാം. അതായത് suppose we are thinking about a 1s electron. 1s electron means ഫസ്റ്റ് ഓർബിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൽ s ഓർബിറ്റൽ ഉള്ള ഇലക്ട്രോൺ. Then we know n എന്ന് പറയുന്നത് അവിടെ എന്താണ്, n എന്ന് പറയുന്നത് 1 ആണ്, l we know that is 0, ml 0 ആണ്. ബട്ട് ms എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ 1s ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവുക. ഒന്നിൻ്റെ ms പ്ലസ് ഹാഫ് ആയിരിക്കും, ഒന്നിൻ്റെ ms മൈനസ് ഹാഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ ms വാല്യൂസ് ഡിഫറൻ്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ 2px ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഫോർ 1 പ്ലസ് ഹാഫ് വിൽ ബി ms ആൻഡ് അനദർ 1 മൈനസ് ഹാഫ് വിൽ ബി ms. അതായത് അതിൻ്റെ സ്പിൻ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കുമെന്ന് പറയാം. സോ വാട്ട് വി ക്യാൻ സേ, നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം ക്വാണ്ടം നമ്പേഴ്സ്. അതിനെയാണ് നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഇനി നമുക്കിതിൽ ചെറിയൊരു എക്സ്പെരിമെൻ്റ് കൂടി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഓട്ടോ സ്റ്റേൺ ആൻഡ് വാൾട്ടർ ഗെർലാക് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റ് 1922 ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻ്റ് ഇതിന് വേണമെങ്കിൽ ഇറ്റ് ഇസ് എൻ എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് സ്പേസ് കോണ്ടൻസേഷൻ എന്ന് പറയാം. അതായത് സ്പേസ് കോണ്ടൻസേഷൻ എന്ന് വെച്ചാൽ നമുക്കിവിടെ മനസ്സിലായി, സ്പിന്ന് മൂലം ഇവിടെ ഒരു സ്പേസ് കോണ്ടൻസേഷൻ ഉണ്ട്. അതെന്താണ്, 2 സ്റ്റേറ്റിൽ മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പിൻ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിന് തന്നെ ഇവിടെ 2 ഡിറക്ഷൻ ഉണ്ട്. ഒന്ന് ms ഈക്വൽ പ്ലസ് ഹാഫും ഒന്ന് ms ഈക്വൽ മൈനസ് ഹാഫും. അതിനെയാണ് നമ്മൾ സ്പേസ് കോണ്ടൻസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ ഹിയർ ഇത് സ്പേസ് കോണ്ടൻസേഷൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ ആദ്യം ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് പറയാം. ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഹിയർ യു നോ ആൻ ഓവൻ ഈസ് ദർ. ഓവൻ ഉണ്ട്. ഈ ഓവൻ എന്ന് വെച്ചുന്നത് ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, സിൽവർ ഉണ്ടാവും. അപ്പോൾ സിൽവർ ആറ്റംസ് ഓവനിൽ വരുമ്പോൾ എന്താവും, ഇവാപ്പറേറ്റഡ് സിൽവർ ആറ്റംസ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. ഈ സിൽവർ ആറ്റംസ് ഈ കോളിമാറ്റർ എന്ന് പറയുന്നത്, കോളിമാറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, എന്താണ് സ്റ്റഡി, നിങ്ങൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കോളിമാറ്റർ ഉണ്ടാവും. കോളിമാറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഒരു നാരോ ബീം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളിമാറ്റർ ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, an oven is there, ഈ ഓവൻ എന്ത് ചെയ്യുന്നു, സിൽവർ ആറ്റം വരുന്നു, സിൽവർ ആറ്റം ഓവൻ ആയതുകൊണ്ട് ചൂടായതുകൊണ്ട് അത് സിൽവർ ആറ്റം ഇവാപ്പറേറ്റഡ് ആണ്. സോ എ നാരോ ബീം ഓഫ്, ഈ കോളിമാറ്ററിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു നാരോ ബീം ആയിരിക്കും വരിക. സോ എ നാരോ ബീം ഓഫ് ഇവാപ്പറേറ്റഡ് സിൽവർ ആറ്റം will come here, ഇവിടെ നിന്നേക്ക് പുറത്ത് വരും. ആൻഡ് ദാറ്റ് സിൽവർ ആറ്റംസ് പാസ് ത്രൂ എൻ ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ സിൽവർ ആറ്റം ഇതിൽ കൂടി കടത്തി വിടുന്നു, ഒരു ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടത്തി വിടുന്നു. ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വേരി ചെയ്യും. ഇതിനൊരു സെയിം സ്ട്രെങ്ത് ആണ് എപ്പോഴും ഉള്ളതെങ്കിൽ അതിന് നമുക്ക് ഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാൻ പറ്റുക. പക്ഷേ ഇവിടെ ഇതിൻ്റെ സ്ട്രെങ്ത്തിനൊരു വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളതിന് ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. അതായത് ഇവിടെയുള്ള സ്ട്രെങ്ത് ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക, ഇവിടെയുള്ള സ്ട്രെങ്ത് ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക. അതായത് ഈ Z ആക്സിസ്, ഈ ആക്സിസിനെ ഞാൻ Z ആക്സിസ് ആയിട്ട് എടുക്കുകയാണ്. ഈ Z ആക്സിസിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് വേരിയേഷൻ ഉണ്ട്. സോ വി ആർ സെയിങ് ദാറ്റ് ഈസ് എൻ ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ്. ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ് മീൻസ് എ നാരോ ബീം ഓഫ് ഇവാപ്പറേറ്റഡ് സിൽവർ ആറ്റം പാസിംഗ് ത്രൂ എ ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതിലെന്താ റിസൾട്ട് എന്താണെന്ന് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ബീം രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ദ ബീം സ്പ്ലിറ്റ്സ് ടു ടു ഇൻ ദ പ്രസൻസ് ഓഫ് ദിസ് ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഇതിൻ്റെ റിസൾട്ട്. ഇനി നമുക്ക് അതിനെപ്പറ്റി പറയാം എന്തുകൊണ്ടാണ് ഈ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ സിൽവർ ആറ്റത്തിൻ്റെ കേസിൽ സിൽവർ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. So the outer shell of silver atom consisting of only one electron. അപ്പോൾ only one electron means അത് s സബ്ഷെല്ലിലായിരിക്കും, isn't it? അല്ലെങ്കിൽ s ഓർബിറ്റിലായിരിക്കും. then L will be 0 and s will be, സ്പിൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അറിയാലോ, ഹാഫ് ആണെന്നെങ്കിൽ പ്ലസ് ഹാഫ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും. s will be half for the outer electron, isn't it? അപ്പോൾ നമുക്കിവിടെ അറിയാം സ്പിൻ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് സാധാരണ ഉണ്ടെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഒരു എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ടോർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു എനർജി ഉണ്ടാവും. ആ എനർജി എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വേണമെങ്കിൽ നമുക്കതിനെപ്പറ്റി വെറുതെ ഒന്ന് വേണമെങ്കിൽ പോകാം. ദ പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് മ്യൂ ബി കോസ് തീറ്റ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ വളരെ ആവശ്യമില്ല, എന്നാലും നമുക്ക് പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി 2ms ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ക്യാപിറ്റൽ P. ദാറ്റ് വിൽ ബി ദ പൊട്ടൻഷ്യൽ എനർജി. So potential energy is equal to minus mu b into cos theta, and I am giving the value of cos theta here and mu here. Then we are getting that is equal to 2ms. അല്ലേ, മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. മ്യൂവിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. The value of mu or mu is equal to, we know that is equal to minus e by m into s ആണ്. ആ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് എസിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കൊടുക്കുന്നു. ആ കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ms h cut divided by s എന്ന് നമുക്ക് എഴുതാം. എസ് അല്ലെങ്കിൽ നമുക്ക് റൂട്ട് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് എഴുതാം. അതായത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ പരിപാടി തന്നെ. അതുകൂടി വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. മ്യൂ എന്ന് പറയുന്നതിന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മ്യൂ എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം, മൈനസ് ഇ ബൈ എം ഇൻറ്റു എസ് എന്ന് എഴുതാം. എസ് എന്ന് പറയുന്നത് എന്താണ്, എസ് എന്ന് പറയുന്നത് നമുക്കറിയാം റൂട്ട് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് കട്ടാണ്. അപ്പോൾ ഇ ബൈ എം ഇൻറ്റു എസ് എന്ന് പറയുന്ന വാല്യൂ ഞാൻ അവിടെ എഴുതുന്നു. ആ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന റൂട്ട് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് കട്ടാണ്. പിന്നെ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താ, ഈ ആംഗിളാണ്. ഈ കോസ് തീറ്റ എന്ന് പറയുന്നതിന് എനിക്ക് എന്ത് ചെയ്യാം, ഈ സെഡ് കമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ ദിസ് എന്ന് പറയാം. ഈ സെഡ് കമ്പണൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ms h ഹാഫ് ഇൻറ്റു ms h കട്ടാണെന്ന് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ സോറി, ഹാഫ് ഇൻറ്റു ms h കട്ടല്ല, ms h കട്ടാണെന്ന് നമുക്ക് എടുക്കാം. ms എന്ന് പറയുന്നത് ഹാഫ് മൈനസ് ഹാഫ് ആയിരിക്കും. അപ്പം ms ഇൻറ്റു h കട്ട് എന്ന് എടുക്കാം. ഈ ഇതിനെ നമുക്ക് s എന്നും എടുക്കാം. s എന്ന് പറയുന്നത് റൂട്ട് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് കട്ട് എന്ന് എടുക്കാം. ആൻഡ് ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് വാല്യൂസ് ദർ വി വിൽ ഗെറ്റ് u ഈക്വൽ ടു 2ms ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ക്യാപിറ്റൽ P. ഇറ്റ്സ് ഓക്കെ. സോ ഇതെന്താ, മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ടോർക്ക് മൂലം ഒരു എന്ത് സംഭവിക്കുന്നു, പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ടാകുന്നു. ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 2ms മ്യൂ ബി ഇൻറ്റു ക്യാപിറ്റൽ ബി ആണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണത്. പക്ഷേ ദ പ്രോബ്ലം ഹിയർ ഈസ്, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തല്ല, ഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഒരു ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് എന്താ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എന്ത് മാറുന്നു, സ്ട്രെങ്ത് മാറുന്നു. അപ്പോൾ അങ്ങനെ സ്ട്രെങ്ത് മാറുന്നത് മൂലം, അതായത് ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് ആയ മൂലം അവിടെ ഒരു എന്ത് മോഷനും കൂടി ഉണ്ടാവും, ഒരു ട്രാൻസ്ലേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ കൂടി ഉണ്ടാവും. ഇസ്ന്റ് ഇറ്റ്? അതായത് വളരെ സിമ്പിളാണ്. ഒരു മുട്ടുസൂചി നമ്മളിവിടെ വെക്കാമെന്ന് വിചാരിക്കുക. ആ മുട്ടുസൂചിൻ്റെ അടുത്തേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നാൽ എന്താ, മുട്ടുസൂചി എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അതിന് കാരണം എന്താ,
ആ മുട്ടുസൂചി മാഗ്നറ്റ് കൊണ്ടുവന്നതിന് മുമ്പ് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലായിരുന്നു. മാഗ്നറ്റ് കൊണ്ടുവന്നപ്പോൾ എന്തായി? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അതായത് എന്താ? അവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വേരിയേഷൻ ഉണ്ടായി. ഡ്യൂ ടു ദാറ്റ് വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താ? ആ മുട്ടുസൂചിക്ക് ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് എ ട്രാൻസ്ലേഷൻ ഫോഴ്സ് ഈസ് ആക്ട്സ് there, isn't it? So there will be a net translational force will be there due to this inhomogeneous magnetic field. ആ ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ല, അതവിടെ ഇരിക്കട്ടെ. ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ്, ആ ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് മൂലമുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? പൊട്ടൻഷ്യൽ അറിയാമെന്നുണ്ടെങ്കിൽ -du/dz ആയിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ദാറ്റ് യു നോ, isn't it? പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഫോഴ്സ് കണ്ടുപിടിക്കാം. -du/dz, isn't it? We can find it, അല്ലേ? അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ -dv/dz എന്ന് പറയുന്നതിനെ നമുക്ക് ഫീൽഡ് എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡിനെ തന്നെ നമ്മൾ -dv/dz എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഫോഴ്സിനെ നമുക്ക് -du/dz എന്ന് നമുക്ക് പറയാം. ഏതൊരു ഫോഴ്സാണ്, ഏതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിലും ദാറ്റ് ഫോഴ്സ് ക്യാൻ ബി റിട്ടൺ as the gradient of the potential, that F is equal to -du/dz, isn't it? അല്ലെങ്കിൽ ഫീൽഡിനെ we can write that is the gradient of the potential, and force can be written as the gradient of the potential energy. So we can write that F equal to -du/dz, isn't it? So I am going to find what is this du/dz, and here you know that ms എന്ന് പറയുന്നത് ±half ആണ്. So that is a number there. And mu b എന്ന് പറയുന്നത് you know that is equal to h/2m ആണ്. That is also a constant here. So that h cut by 2m, that mu b എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു നമ്പർ തന്നെയാണ്. So we can take it out. So mu b യും അതുപോലെ തന്നെ mu l ഉം mu s ഉം അതുപോലെ തന്നെ I made a small mistake here. ഒരു ടൈപ്പിംഗ് എറർ ഉണ്ട്, അത് നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ അങ്ങ് കറക്റ്റ് ചെയ്യാം. And I think I made it a mistake here, and we can correct that here. What can we write that equal to? We can write that is equal to -2 ms mu b. 2 is a constant, ms is a constant, mu b is a constant. So അതൊന്നും എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ദ ഓൺലി വേരിയ എന്ന സാധനം എന്ന് പറയുന്നത് ബി മാത്രമാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് -du/dz എന്നുള്ളതിന് -2 ms mu b dv/dz എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ പോസിറ്റീവ് ഇസഡ് ഡിറക്ഷനിൽ കൂടുന്നതായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പോസിറ്റീവ് ഇസഡ് ഡിറക്ഷനിൽ കൂടുക എന്ന് വെച്ചാൽ എന്താ? db/dz എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് ഡിറക്ഷനിൽ അത് കുറയുകയാണെങ്കിലോ db/dz എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ദ db/dz മീൻസ് വേരിയേഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഇസഡ് ഡിറക്ഷൻ, isn't it? അതായത് പോസിറ്റീവ് ഇസഡ് ഡിറക്ഷനിൽ. ഈ പോസിറ്റീവ് ഇസഡ് ഡിറക്ഷനിൽ ഐ ആം ടേക്കിംഗ് ദ കണ്ടീഷൻ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതായിട്ടുള്ളൊരു ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നു. തിരിച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല, തിരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നുള്ളൂ. സോ വി ആർ ടേക്കിംഗ് ദാറ്റ് db/dz as positive here, isn't it? So that F is equal to -2 ms into mu b dv/dz. Then I am taking two conditions. We know ms may be plus half, ms may be minus half. If ms equal to plus half, what will happen here? ms equal to plus half means plus spin state or spin up state. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് db/dz, mu b ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, ms ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ എന്താണ്? F എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക? ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുക. That means F will be less than 0. F less than 0 means atom will displace in downward direction. And we are taking the second case that ms equal to -half. ms equal to -half means here you know mu b db/dz ഇതെല്ലാം പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. So if ms equal to -half, what we will get? നമുക്ക് എന്തായിരിക്കും കിട്ടുക? ms -half ആണ് എന്നുണ്ടെങ്കിൽ then this F will be a positive quantity. That means F will be greater than 0. That means the atoms will displace to the upward direction, isn't it? അതായത് ഇവിടെ എന്താ സംഭവിച്ചത്? ഡൗൺ സ്പിന്നിലുള്ള ആറ്റംസ് അപ്വേർഡ് ഡിറക്ഷനിലേക്കും ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു. അപ്പ് സ്പിന്നിലുള്ള ആറ്റത്തിന് ഡൗൺവേർഡ് ഡിറക്ഷനിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു, isn't it? That means this atom split into two, അല്ലേ? അപ്പോൾ എന്താ നമുക്ക് പറയാം? സ്പിന്നിനെ പറ്റി ഒരു നല്ലൊരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ ആണ് ഏതെന്ന് നമുക്ക് കിട്ടിയത്? സ്റ്റേൺ-ഗെർലാച്ച് എക്സ്പെരിമെൻ്റ് എന്ന് കിട്ടിയത്, അല്ലേ? സ്പിൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അറിയാം, ms എന്ന് പറയുന്നത് പ്ലസ് ഹാഫും മൈനസ് ഹാഫ് ആണ്. അതായത് സ്പിന്നിന് എല്ലാ ഓറിയന്റേഷനും പോസിബിൾ അല്ല. ഒന്നെങ്കിൽ പ്ലസ് ഹാഫോ മൈനസ് ഹാഫ്. ഇസഡ് കമ്പണന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്ലസ് ഹാഫ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആയിരിക്കും നമുക്കറിയാം. അതായത് അതിനെയാണ് നമ്മൾ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൽ സ്പേസ് ക്വാണ്ടൈസേഷൻ്റെയും നല്ലൊരു ഡെമോൺസ്ട്രേഷനാണ് കിട്ടിയത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് സ്റ്റേൺ-ഗെർലാച്ച് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി പറയുന്നു.
നമ്മൾ പഠിച്ചത് ഇലക്ട്രോൺ സ്പിന്നിനെ കുറിച്ചായിരുന്നു. ആൻഡ് when we are studying about the electron spin, എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ സ്പിന്നിനെ പറ്റി പറഞ്ഞതെന്ന് മനസ്സിലായി. അതായത് ഫൈൻ സ്ട്രക്ചറും അതേപോലെ തന്നെ സീമൻ എഫക്റ്റിൻ്റെ സ്പ്ലിറ്റിങ്ങും മോർ സ്പ്ലിറ്റിങ്ങും ഒക്കെ കണ്ടു. അത് ബാക്കിയുള്ള കോണ്ടന്റ് നമ്പേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വന്നു. അതുകൊണ്ടാണ് സ്പിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആര് കൊണ്ടുവന്നിട്ടത്? ജോർജ് ഉൾഹൻബെക്കും അതുപോലെ തന്നെ സാമുവൽ ഗോഡ്സ്മിത്തും കൊണ്ടിട്ടത്. അപ്പോൾ അങ്ങനെ സ്പിൻ എന്ന് പറയുന്നതിന് അവർ പറഞ്ഞു ദ ഇലക്ട്രോൺ ഹാവ് എ ഇൻട്രിൻസിക് ആംഗുലാർ മൊമെൻറ്റം ഓർ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. ആ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം മൂലം ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ആ മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ആ മാഗ്നറ്റിക് മൊമെൻറ്റ് Z കമ്പണൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് വി നോ ദാറ്റ് ദ ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് 4 കോണ്ടന്റ് നമ്പേഴ്സ് N, L, ML ആൻഡ് MS. അപ്പോൾ ആ 4 കോണ്ടന്റ് നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഈ 4 കോണ്ടന്റ് നമ്പറും ഓരോ ഇലക്ട്രോണും വ്യത്യസ്തമായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് നമ്പർ ദ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ആൻഡ് വി സ്റ്റഡിഡ് അബൌട്ട് വൺ ഓഫ് ദ എക്സ്പെരിമെൻറ്റ് സ്റ്റേൻഗർലാക്ക് എക്സ്പെരിമെൻറ്റ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പെരിമെൻറ്റ്. സ്പിന്നിനെ പറ്റി ഒരു ഐഡിയ തരുന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സ്പെരിമെൻ്റ് ആണ് സ്റ്റേൻഗർലാക്ക് എക്സ്പെരിമെൻറ്റ്. അതായത് ഒരു സിൽവർ ആറ്റം, ഒരു ഇവാപ്പറേറ്റഡ് സിൽവർ ആറ്റം ഒരു ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി കടന്നു പോകുന്നു. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ്. സോ അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. So that is about the spin. Okay, thanks for listening and we can see in the next class. Bye.